പോലീസിന്റെ ഭാഗത്തൊന്നും അവിടെ അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവരുത്, ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ പോയേക്കാം എന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ? മിസ്റ്റർ അൺലക്കി ഗൈ എന്ന്. എന്തോന്നേ അല്ല, ഇത്രയും കഴിവുള്ള ഒരാള് ഒരിക്കലും സ്വയം അൺലക്കി ഗൈ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്ക്. ഹലോ, directors as well. Let's welcome Akhil Paul and Anas Khan onto the stage. All right. വരെയാണ്. അപ്പൊ ഇവരുടെ എനർജി ഒക്കെ അങ്ങ് മുകളിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. എനിക്കൊന്ന് ചൊവ്വിനോട് ഒരു ഹായ് പറച്ചിലിൽ അത് അങ്ങേ അച്ഛൻ എത്തും. You wanna try? Yes, okay, he's gonna try, guys. എന്നെ നാണം കെടുത്തരുത്. Okay, everybody. ഹലോ, കറക്റ്റാ. ഒരുപാട് സന്തോഷം. ഇതിപ്പോ വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ കോട്ടയത്ത് നടക്കേണ്ടിയിരുന്ന ആ ഇവന്റ് നമ്മൾ കൊച്ചി ലുലു മോളിലേക്ക് മാറ്റിയത്. അതവിടെ കുറച്ചധികം ആളുകൾ വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പരിപാടി ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ക്രൗഡ് കണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മളിത് അനൗൺസ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വരികയും ഞങ്ങൾക്ക് ഇങ്ങനൊരു സപ്പോർട്ട് അറിയിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഇത് ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അഖിലിൻ്റെ ഒരു 2020 മുതൽ അഖിലും മനസ്സും സ്വപ്നം കാണുന്നൊരു സിനിമയാണ്. ആ സമയത്ത് ഞാൻ അതിനുശേഷം അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയായി ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം കാസർഗോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് ഡിവിഷനൊക്കെ കഴിഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ഇവർ കൊണ്ടുവന്ന് തന്നിരുന്നു 2022 ഡിസംബറിൽ. അതിനുശേഷം പിന്നെ ഈ സിനിമയുടെ ഒരു ഫിൽം മേക്കിംഗ് പ്രോസസ്സ് നമുക്കൊരു 8-9 മാസം നീണ്ടു നിൽക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഫൈനൽ മിക്സിങ്ങും കൂടെ കഴിഞ്ഞ് അഖിൽ എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സിനിമ നല്ല റിസർച്ച് ചെയ്ത് നല്ലപോലെ അധ്വാനിച്ച് എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയിൽ വിനയ് സാറുണ്ട്, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അദ്ദേഹമാണ്. പിന്നെ തൃഷ മാമുണ്ട്, പിന്നെ ഷമ്മി തിലകൻ ചേട്ടനുണ്ട്, തുടങ്ങി അജുവേട്ടനുണ്ട്, പിന്നെ മേജർ രവി സാറുണ്ട്, അർച്ചന കവി, തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുള്ളതാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ മുകളിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലും ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലുമാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, ഇതിൻ്റെ എഡിറ്റർ ചമൻ ചാക്കോ, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ്, അവരൊക്കെ അവരുടെ ദി ബെസ്റ്റ് വർക്ക് ഇതിനകത്തേക്ക് പുട്ട് ഇൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയിൽ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ കോൺഫിഡൻസും വളരെയധികമാണ്. ഒപ്പം നിങ്ങളുടെ ഈ ക്രൗഡിൻ്റെ ഇത്രയും ക്രൗഡ് ഇവിടെ വരികയും ഇത്രയും സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസും കുറച്ചുകൂടെ കൂട്ടുകയാണ്, ഞങ്ങളുടെ പ്രതീക്ഷകളും കൂട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കും ജനുവരി 2-ാം തീയതി നിങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണും എന്നുള്ളത്. ആ പ്രതീക്ഷ തെറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പന്നതയും തുടങ്ങിയ എല്ലാം തികഞ്ഞ വർഷമാവട്ടെ. തുടർന്ന് അങ്ങോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സന്തോഷമാവാൻ ജനുവരി 2-ാം തീയതി ഐഡന്റിറ്റി സിനിമയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ടോണി. ഈ ഒരു ആഘോഷം കാണുമ്പോൾ now you can just go and take your seat so that everybody please you can just get back and we will be playing the teaser and trailer now. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ചിത്രം ഐഡന്റിറ്റിയുടെ ടീസർ ഷൂട്ട് ചെയ്യാൻ നോർമൽ സാഹചര്യത്തിൽ പെർമിഷൻസ് കിട്ടാത്തോ അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റാത്തോ ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അതിനൊരു വലിയൊരു ക്യാൻവാസ് വേണം എന്നതുപോലെ തന്നെ ആ വിഷനെ
ഓൺ പേപ്പറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനൊരു ഇപ്പോഴത്തെ ഈ ട്രെയിലറും ടീസറും കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൂർത്തിയാക്കിയ സിനിമയും പോലുള്ള സിനിമയാക്കി എടുക്കാൻ പറ്റും എന്ന് അതിൻ്റെ അകത്തെ ലൈൻസ് വായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിലൊരു റൈറ്ററോ ഡയറക്ടറോ പറയുമ്പോൾ തന്നെ അതിനെ ആ ലെവലിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അപ്പോൾ അത് പറഞ്ഞത് വളരെ ശരിയാണ്. 2014 സെവന്തര എന്ന് പറയുന്ന സിനിമ എഴുതുമ്പോൾ ടൊവിനോ ഞാൻ പരിചയപ്പെടുന്നത്. 2024 ഈ സിനിമയുടെ ഇതിൽ നിൽക്കുന്ന സമയത്ത് ഒരു 10 വർഷത്തെ ഒരു അടുപ്പവും പരിചയവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എല്ലാ രീതിയിലുള്ളൊരു ബോണ്ടുള്ള ആളാണ് ടൊവിനോ. അപ്പോൾ എനിക്കും അനസ്കാനും ടൊവിനോ മാത്രമായിരുന്നു ഒരേ ഒരു ഓപ്ഷൻ. ടൊവിനോ മാത്രമാണ് ഇതിൻ്റെ കഥ കേട്ട ഒരാൾ. 2022 ഫെബ്രുവരി മിന്നൽ മുരളി റിലീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൊവിനോ കഥ കേൾക്കുന്നത്. തല്ലുമാല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് മുതൽ ഇന്നലെ അതിൻ്റെ അവസാന വർക്ക് കഴിയും വരെ ടൊവിനോ എന്ന് പറയുന്ന സുഹൃത്തും സൂപ്പർ സ്റ്റാറും ആക്ടറും കൂടെ നിന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ അനസ്കാനെയും ഇങ്ങനൊരു സിനിമ ചെയ്യാൻ സാധ്യമായത്. അപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു വലിയ സിനിമയാണ്. കുറേ അധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി കുറേയധികം എഫേർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്ക്രീനിൽ പേ ഓഫ് ചെയ്യും എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഈ ടീസേഴ്സും ട്രെയിലേഴ്സും ഒക്കെ കണ്ട് ആളുകൾക്കുണ്ടായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് എല്ലാം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ വിചാരിക്കുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ വരിക, സിനിമ കാണുക. താങ്ക് യു. സ്റ്റാർഡും ഒക്കെയുള്ള ആളുകളുടെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി പറഞ്ഞാൽ അധികം പേരുകൾ, അധികം ചോയ്സസ് ഇല്ലെന്ന് തന്നെ പറയാൻ കാര്യം നമ്മൾ കുറച്ചധികം സെർച്ച് ചെയ്തിരുന്നു. പക്ഷേ വി റൈൻഡ് ഓൺ ടു ഓഫ് ദ വെരി റൈറ്റ് പീപ്പിൾ. ഒന്ന് വിനയ് സാർ, അതേപോലെ തന്നെ തൃഷണ്ണ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ വിചാരത്തിനകത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻറ്റൻസ് പെർഫോമൻസാണ്. എന്നാൽ അവർ പെർഫോം ചെയ്യുന്നത് വളരെ ഈസിലി, നമുക്ക് കാണുന്ന സമയത്ത് അവർ വർക്ക് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ് തോന്നും. പക്ഷേ ആക്ച്വലി പറഞ്ഞ പെർഫോമൻസും ഔട്ട് വളരെ ഇൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സാധനം തീർച്ചയായിട്ടും നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ബാക്കി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യൽ ഭാഗത്ത് സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് വളരെയധികം എയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് പീരീഡ്. നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ സാധനം വന്ന സമയത്ത് ഈ 3 സെൻട്രൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു മെയിൻ ഇതായിരുന്നു. Thank you very much, both of you. Thank you so much. We really have to make some noise, everyone. Come on. First of all, welcome to Kerala. Welcome to Cochin. Thank you. I hope you all are doing amazing. Thank you. Yes, so Identity is gonna hit the screen 2025. So I think this is going to be the first release of 2025 basically. I hope so. And what do you want to tell our audience? Go watch our movie. So ellarku first na pudu varsha aashamsagal wish panna pora. Wow. That was taught to me by Tovi, Akil and Anas. But thank you. Have a happy new year. We start off this year with Identity releasing on January 2nd. Okay, 2024 എന്ന് പറയുന്നത് ടൊവിനോ തോമസ് എന്ന അഭിനേതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷമാണ് എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ? എല്ലാ വർഷവും ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും നല്ല വർഷമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും എനിക്ക് ആസ് എൻ ആക്ടർ വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നോട് ആളുകൾ കൂടുതൽ സ്നേഹം ഓരോ വർഷവും പോകും തോറും കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഒരേപോലെ എൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടല്ലോ. താങ്ക് യു ബ്രോ. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. ഈ 2025 ആണ് ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ AR എന്നുള്ള സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും ഇന്ന് 2 സിനിമകൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ കഴിയാൻ പോകുന്ന ഈ 2024 എനിക്ക് വളരെയധികം സ്നേഹവും അപ്രിസിയേഷനും നേടിത്തന്നതാണ്. പ്രത്യേകിച്ച് AR എന്നുള്ള സിനിമയിൽ എനിക്ക് 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിൽ ഒന്ന് പാളിപ്പോയാൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു. പക്ഷെ അതെല്ലാം 3ഉം ഒരുപോലെ സ്വീകരിക്കുകയും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമാക്കി ആ സിനിമ മാറ്റുകയും ചെയ്തത് പ്രേക്ഷകരാണ്. അതുകൊണ്ട് എനിക്ക് 2024 തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. 2025 അതേപോലെ തന്നെ സ്പെഷ്യൽ ആകും എന്നാണ് എന്നുള്ള പ്രതീക്ഷ. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ അവസരത്തിൽ പറയണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ അഖിലിനെയും അനസിനെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ അഖിലിനെ എനിക്ക് 2014 7th ഡേ ചെയ്യുന്ന സമയം മുതൽ അറിയാം. ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്
കട്ടപ്പണിയിലാണ് അഖില്. കാര്യം നമ്മൾ ഇച്ചിരി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും പല പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും അത് മേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല സിനിമയുടെ ഫൈനൽ മിക്സ് ഇന്നലെയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് 8:15 ഒരു മെസ്സേജ് അയച്ചേക്കാണ്. ഹോസ്പിറ്റൽ ബെഡിൽ ട്രിപ്പും കയറ്റിക്കൊണ്ട് കിടന്നിരുന്ന അഖിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 12:30 ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തി. ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂരിലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ എനിക്ക് ആ ഫോട്ടോ അയച്ചിട്ട് അഖില് പറഞ്ഞത് വീണു എന്നാണ്. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പടത്തിൻ്റെ പരിപാടികൾ തീരുന്നവരെ വീഴില്ല എന്നുള്ളതാണ്. വീണെങ്കിൽ ഞാൻ പറഞ്ഞു പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടെ പരിപാടിയുണ്ട്, റിലീസ് കഴിഞ്ഞിട്ട് വീഴാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിന് എൻ്റെ ഒരു പ്രത്യേക സ്നേഹം ഞാൻ അഖിലിനോട് പറയുകയാണ് ഇവിടെ വെച്ച്. താങ്ക് യു. Thank you very much. Hats off to the entire team. And actually, ഇവർ കുറേ നേരമായിട്ട് നിങ്ങളോട് എല്ലാവരും ചെറിയൊരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് കുറച്ച് പേർക്ക് ഒരു ക്വസ്റ്റ്യൻ റൗണ്ട് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്വിക്ലി, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ഗൈസ്, വി ജസ്റ്റ് ഗോട്ട് 5 questions. അപ്പൊ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ് അപ്പ്. വി വിൽ ഡെഫിനറ്റ്ലി പാസ് ദ മൈക്ക് ടു യു. യെസ് ഫാൻ ഇവിടെ ഒരു ചെറിയൊരു പ്രസന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വരച്ചൊരു പിക്ചർ ടോവിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു കോൾ ഹിം ഓൺ ടു ദ സ്റ്റേജ്. ദാറ്റ് ഇസ് എ വെരി ക്യൂട്ട് പിക്ചർ ആക്ച്വലി. സോ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം. ഓൾറൈറ്റ്, യെസ്. What's your name? What's your name? ജയസൂര്യ. ഓക്കെ, ജയസൂര്യ നമ്മുടെ പ്രിയപ്പെട്ട ടോവിയുടെ ഒരു ക്യൂട്ട് പിക്ചർ വരച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് സൂപ്പർ അമേസിംഗ്. താങ്ക് യു. ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ? മിസ്റ്റർ അൺലക്കി ഗൈ എന്ന്. എന്തോന്നേ അല്ല, ഇത്രയും കഴിവുള്ള ഒരാള് ഒരിക്കലും സ്വയം അൺലക്കി ഗൈ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. Definitely, I think now he will take it on. Yes. Thank you very much, Jayasuriya. It was our pleasure. Well, I hope you liked it. Bye-bye. അവിടെ